താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ കടുത്ത വേനലിൽ നല്ല കുളിരായി പെയ്തൊരു മഴയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. ആ മഴയത്ത് ശിശുക്ഷേമ സമിതിയുടെ അമ്മ തൊട്ടിലേക്ക് 3 ആഴ്ച പ്രായമുള്ള ഒരു പെൺകുഞ്ഞെത്തി. അതെ, ആ മഴയെ എത്തിയ ആ പെൺകുഞ്ഞിനെ അവർ മഴ എന്ന പേരിട്ട് വിളിച്ചു. ഈ വീഡിയോ ഞാൻ യാദർച്ഛികമായാണ് കണ്ടത്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അമ്മ തൊട്ടിലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന്. യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് അമ്മ തൊട്ടിലാണ്. അമ്മ തൊട്ടിൽ അല്ലേ, സമൂഹം അംഗീകരിക്കാത്ത ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കാത്ത സമയത്ത് വന്ന കുഞ്ഞുങ്ങൾ, ഇവർ തങ്ങളുടെ ജീവിതത്തിന് ഒരു വിലങ്ങുതടിയാവുമെന്ന് കരുതി ഇവരെയെല്ലാം ഉപേക്ഷിക്കാം അല്ലെങ്കിൽ കൊന്നുകളയാം എന്നൊക്കെ കരുതുന്നവർ, പട്ടിയോ പൂച്ചയോ ഒന്നും കടിച്ചു വലിച്ച് പറിക്കാതെ, ഉറുമ്പരിക്കാതെ, റോഡിൽ വണ്ടി കയറാതെ, വേസ്റ്റുകളിൽ കിടന്ന് മരണം സംഭവിക്കാതെ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വളരണമെന്ന ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടാവാനും, ഈ കുഞ്ഞുങ്ങളെ തങ്ങളുടെ ജീവിതത്തിന് എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും, ഒരു പക്ഷേ പ്രസവിച്ച അമ്മ അറിയാതെ വീട്ടുകാർ മാറ്റിയതാവാം, ഈ സമൂഹം അംഗീകരിക്കാത്ത ബന്ധമായതിനാൽ ഈ കുഞ്ഞുണ്ടെങ്കിൽ ജീവിതം ഫ്യൂച്ചറിലേക്ക് ഒരു പക്ഷേ പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാവാം, അങ്ങനെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾ സംരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് 2002 അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന സംരംഭം ശിശുക്ഷേമ സമിതി ആരംഭിച്ചത്. അപ്പോൾ ആ അമ്മ തൊട്ടിലിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ അമ്മ തൊട്ടിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ അമ്മ തൊട്ടിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ മുൻവശത്ത് ഗേറ്റിൽ കൂടെ വരികയാണ്. മുൻവശത്ത് ഗേറ്റിൽ കൂടെ വന്ന് ഇതിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് സെൻസറാണ്. ഈ ഓട്ടോമാറ്റിക് സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് സെൻസറിൽ ഈ ഡോറ് തുറക്കും. ഡോറ് തുറക്കുമ്പോൾ തന്നെ അവർക്ക് ഈ തൊട്ടിൽ കാണാൻ സാധിക്കും. ഈ തൊട്ടിലേക്ക് നമുക്ക് കുട്ടിയെ നിക്ഷേപിക്കാൻ സാധിക്കും. കുട്ടിയെ നിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ അവർക്കൊരു അനൗൺസ്മെന്റ് പോവുകയാണ്. ആ അനൗൺസ്മെന്റ് ഇവിടെ നിന്നാണ് അനൗൺസ്മെന്റ് കേൾക്കുന്നത്. ആ അനൗൺസ്മെന്റ് കേൾക്കുന്നത് ശിശുക്ഷേമ സമിതിയിൽ നിങ്ങളുടെ കുഞ്ഞ് എല്ലാ കാലത്തും സുരക്ഷിതമായിരിക്കും. ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണോ വേണ്ടേ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി 3 മിനിറ്റ് സമയം കൂടെ കൊടുക്കും. ആ 3 മിനിറ്റ് സമയത്തിനുള്ളിൽ അവർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കും. ആ തീരുമാനം എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കുട്ടിയുടെ ക്യാമറ ഇവിടെ ഉണ്ട്. ഈ ക്യാമറ ഓൺ ആവും. ആ സമയത്ത് എന്ത് ചെയ്യും, ഡോറ് ക്ലോസ് ആവും. ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ കുട്ടിയെ എടുക്കാൻ സാധിക്കില്ല. ഈ ഡോറ് ക്ലോസ് ആവുന്ന സമയത്ത് തന്നെ ഈ ക്യാമറ ഇവിടെ ഓൺ ആവും. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഓൺ ആവുന്ന സമയത്ത് തന്നെ നമുക്കവിടെ നമ്മുടെ നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ക്യാബിനിലും അലാറം ചെല്ലും. ആ അലാറം ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ നേഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വന്ന് ഇതുവഴി ഈ പിറകുവശത്തുകൂടി ഈ ഡോർ വഴി വന്ന് കുട്ടിയെ സുരക്ഷിതമായി എടുത്തുകൊണ്ട് പോവുകയും അപ്പോൾ തന്നെ കുട്ടിയുടെ മെഡിക്കൽ നോക്കി ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ നോക്കി CWCയിൽ ഏൽപ്പിച്ച് CWCയിൽ നിന്നാണ് നമ്മൾ കുട്ടിയുടെ അനുമതി വാങ്ങുന്നത്. കുട്ടിയെ പരിചരിക്കേണ്ട അനുമതി വാങ്ങുന്നത് CWC. സംസ്ഥാനത്ത് ആകെ ഇതുവരെയായി 350-ലധികം കുട്ടികളെയാണ് അമ്മത്തൊട്ടിൽ മുഖാന്തരം ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഞാൻ ചുമതല എടുത്തതിന് ശേഷം 2 കുട്ടികളാണ് അമ്മത്തൊട്ടിൽ മുഖാന്തരം ലഭ്യമായിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി വേനൽ എന്നും മറ്റൊരു കുട്ടിയെ അറിവ് എന്നാണ് പേരിട്ടത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ 2 കുട്ടികളെ ലഭ്യമായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഒരു കുട്ടിയുണ്ട്. കൊല്ലം ജില്ലയിൽ ഒരു കുട്ടി. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ഒരു കുട്ടി. അപ്പോൾ പേരുകളും വ്യത്യസ്തമായി തന്നെ പേരുകൾ ഇടുന്നുണ്ട്. ഇപ്പൊ ആലപ്പുഴ കുട്ടിക്ക് മഴ എന്നാണ് പേര് കൊടുത്തത്. അപ്പൊ ആ രൂപത്തിലാണ് അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനം യഥാർത്ഥം നടക്കുന്നത്. അപ്പോൾ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളെ അമ്മത്തൊട്ടിൽ നിക്ഷേപിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പേരൻസിനെ തിരിച്ച് ആവശ്യപ്പെട്ട് വരുന്ന രീതി ഉണ്ടാവുന്നുണ്ട്. അവര് വരുന്നത് യഥാർത്ഥം നമ്മൾ അമ്മത്തൊട്ടിൽ ലഭിക്കുന്ന കുട്ടിയെ അമ്മത്തൊട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പത്രപരസ്യം കൊടുക്കും. അമ്മത്തൊട്ടിൽ ഇന്നൊരു കുട്ടിയെ ലഭിച്ചിട്ടുണ്ട്, രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമിതിയുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പത്രപരസ്യം കൊടുക്കാറുണ്ട്. അതിനുശേഷം വീണ്ടും CWCയും അതോടൊപ്പം തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസും കൂടി ചേർന്നിട്ട് പത്രപരസ്യം കൊടുക്കാറുണ്ട്. ഇന്ന ദിവസം അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റെ രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ നിയമപരമായി ബന്ധപ്പെടുന്നവർക്ക് അവരുടെ നിയമപരമായ മറ്റു രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട് DNA ടെസ്റ്റ് അടക്കം നടത്തിയിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിക്കുന്ന പതിവുണ്ട്. അങ്ങനെ തിരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഇലക്ട്രോണിക് ക്രാഡിലിൻ്റേത്, ഈ അമ്മ തൊട്ടിലിൻ്റേത്. അവിടേക്ക് കയറി ചെന്ന് ആ ഡോർ തുറന്ന് അമ്മ തൊട്ടിലിൽ കുഞ്ഞിനെ വെക്കുമ്പോൾ 3 മിനിറ്റ് സമയം ഈ അമ്മയ്ക്ക് ആലോചിക്കാനുള്ള ഒരു സമയം അവരവിടെ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് 3 മിനിറ്റ് സമയം ആലോചിക്കുക. ചിലവർക്ക് ചിലപ്പോൾ വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുക്കണം തോന്നി കഴിഞ്ഞാൽ ആ ഒരൊറ്റ 3 മിനിറ്റ് കൊണ്ട്, ഒരു സെക്കൻഡ് നേരത്തെ ചിന്തകളല്ലേ നമ്മളെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി മറിക്കണേ. എടുക്കണമെങ്കിൽ എടുത്ത് തിരിച്ചു പോകാം, അതല്ല എങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആവും. പിന്നെ അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇത് കുഞ്ഞിയെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രത്തിൽ പരസ്യം കൊടുക്കും. കാരണം ചിലപ്പോൾ ഈ പറയുന്ന അമ്മയുടെയോ അച്ഛൻ്റെയോ സമ്മതം ഇല്ലാതെ ഒക്കെ വീട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം ഈ കുഞ്ഞുങ്ങളെ, മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത്. ഇവരുടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പരസ്യം കണ്ടിട്ട് അവർക്ക് തിരിച്ചു വന്ന് വീണ്ടും വേണമെങ്കിൽ നിയമപരമായ രീതിയിൽ പോലീസിന്റെ സഹായത്തോടെ DNA ടെസ്റ്റ് നടത്തി തങ്ങളുടെ കുഞ്ഞാണ് അതെന്ന് തെളിയിച്ച് കഴിയുകയാണെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള രീതികളും ഇവിടെയുണ്ട്. താൽക്കാലിക സംരക്ഷണം കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് വളർത്താൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ ആ സമയത്ത് വളർത്താൻ തനിക്ക് കഴിയില്ല, പക്ഷെ തനിക്ക് ഈ കുഞ്ഞിനെ വേണം എന്നാൽ തനിക്കൊരു സാഹചര്യം, ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു താമസ സൗകര്യമോ ഉണ്ടാവുന്നവരെ കുറച്ച് നാൾ ഒരു താൽക്കാലിക സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയും അമ്മ തൊട്ടിലിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നവരുമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം അവിടെ വളരെ സുരക്ഷിതരാണ്. അവരെ നോക്കാനായിട്ട് അവിടെ ഒരുപാട് അമ്മമാരുണ്ട്. അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ഹെൽത്തൊക്കെ നോക്കാനും ഡോക്ടേഴ്സും നഴ്സുമാരും ക്ലിനിക്കും എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഇവിടെയാണ്. പല പ്രായത്തിലുള്ള കുട്ടികൾക്കായി പ്രത്യേകം സെക്ഷനുകളും ആ സെക്ഷനുകളിൽ ആയമാരുമുണ്ട്. ഇവിടത്തെ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നാൽ അവരെ പ്രത്യേകമായി മാറ്റിക്കിടത്തി പരിചരിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമൊക്കെയുള്ള പ്രത്യേകം മുറികളും സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഈ അമ്മ തൊട്ടിലിൽ ഇതുവരെ 22 വർഷമായ പ്രവർത്തനത്തിനിടയിൽ 598 കുഞ്ഞുമക്കളെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ പുറം നാടുകളിലേക്ക് കുഞ്ഞുങ്ങളില്ലാത്ത വിദേശികൾ ദത്തെടുത്ത് കൊണ്ടുപോയി നല്ല രീതിയിൽ വളർത്തി നല്ല നല്ല പൊസിഷനിലൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. പലരും തിരിച്ചു വന്നിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് വിചാരിക്കുന്നവരാരും വഴിയരികിൽ ഉപേക്ഷിച്ച് പോവരുത്, അല്ലെങ്കിൽ കൊല്ലാനായിട്ട് മനസ്സുകൊണ്ട് വിചാരിക്കരുത്. അവർക്ക് ഈ ലോകത്തിൻ്റെ നിറങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണണം. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് നല്ലൊരു ഭാവി ശിശുക്ഷേമ സമിതിയിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അമ്മ തൊട്ടിലിൽ നിങ്ങൾക്ക് കൊല്ലാൻ നിങ്ങൾ തീരുമാനിക്കണ നിമിഷം അത് മാറ്റിവെച്ച് ഈ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കുക. ആ കുഞ്ഞുമക്കൾ നല്ല രീതിയിൽ വളരും. അവർക്ക് മക്കളില്ലാതെ വഴിപാടുകളും പ്രാർത്ഥനകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിച്ച് എത്ര അച്ഛനമ്മമാരാണ് നമ്മുടെ നാടുകളിലും വിദേശത്തും മറ്റെല്ലാ സ്ഥലങ്ങളിലും കഴിയുന്നത്. ഒരു കുഞ്ഞു കാല് കാണാൻ, ഒരു കുഞ്ഞ് കൊഞ്ചൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെട്ടമാവാൻ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ആ കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും കടിച്ച് പറിച്ചു കൊടുക്കാൻ കഴിയാതെ, ഉടുമ്പരിക്കാൻ കൊടുക്കാതെ, ഇതുപോലെ എറിഞ്ഞു കൊല്ലാനോ മറ്റ് ശ്വാസം മുട്ടിച്ച് കൊല്ലാനോ ഒന്നും നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ദയവ് ചെയ്ത് ഈ അമ്മ തൊട്ടിലിൽ കൊണ്ടിടണം. ആ കുഞ്ഞുങ്ങളെ കാത്ത് ഒരുപാട് വീടുകളിൽ ഒരുപാട് അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ആ കുഞ്ഞുങ്ങൾക്കും ഒരുപക്ഷെ കഴിയും. അപ്പോൾ ഈ ഇവിടുത്തെ ഈ ഒരു അമ്മ തൊട്ടിലിൽ കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ അവസരം തരും. അപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ടി ഒന്ന് ചിന്തിക്കാം. അത് നമ്മൾ അവിടെ തന്നെ വെച്ച് പോവുകയാണെങ്കിൽ പിന്നെ ഡോറ് ക്ലോസ് ആവും. അപ്പോൾ തന്നെ അതിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ അവിടെ ആ നഴ്സിംഗ് റൂമിൽ അലാറം കിട്ടുകയും അവരപ്പോൾ തന്നെ വന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യും. ഇനി പിറ്റേ ദിവസം പേപ്പറിൽ പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയും പോലെ വീണ്ടും നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ എടുക്കണമെങ്കിൽ നിയമപരമായി വന്ന് DNA ടെസ്റ്റ് നടത്തി ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത സംഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് അമ്മ തൊട്ടിലാണ്. ഓട്ടോമാറ്റിക് ഡോറ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തൊട്ടിൽ കാണുന്നുണ്ട്. ഈ കാണുന്ന തൊട്ടിലാണ്. ഈ തൊട്ടിലേക്ക് ഇവിടെ വരുന്ന കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ തൊട്ടിൽ നിങ്ങൾക്ക് വയ്ക്കാം. തൊട്ടിൽ നിങ്ങൾ വച്ചാൽ ഉടൻ തന്നെ കുട്ടിയെ ഉപേക്ഷിക്കപ്പെടണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള സമയം കൂടി 2 മിനിറ്റ് സമയം തരുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കുട്ടിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ തിരികെ എടുക്കാം. അതോടൊപ്പം ഡോർ അടയുന്ന സമയത്ത് തന്നെ ഈ തൊട്ടിൽ ഉള്ള ഈ ക്യാമറയിൽ കൂടി കുട്ടിയുടെ മുഖം നഴ്സസ് റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ക്രീനിൽ ഈ കുട്ടിയെ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് 598 കുട്ടികളെയാണ് അമ്മത്തൊട്ടിലൂടെ ലഭിച്ചത്. അമ്മത്തൊട്ടിൽ വരുന്ന എല്ലാ കുട്ടികളും അഡോപ്ഷൻ പ്രക്രിയയിലൂടെ മക്കളില്ലാത്ത അച്ഛനമ്മമാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ലഭിച്ച കുട്ടികളെല്ലാം തന്നെ ഇന്നിപ്പോ നല്ല ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ പറയുന്ന അമ്മ തൊട്ടിലെ വരുന്ന മക്കൾക്ക് അവരുടെ അമ്മയോ അച്ഛനോ വേണ്ടപ്പെട്ടവരെല്ലാം അവരെ ഉപേക്ഷിച്ചെങ്കിലും ആ ശിശുക്ഷേമ സമിതിയിൽ അമ്മത്തൊട്ടിൽ അവരെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരെ സംരക്ഷിക്കാൻ ഒരുപാട് അമ്മമാരുണ്ട്. അവർ പകലില്ലാതെ ഈ കുഞ്ഞു മക്കളെ സ്വന്തം മക്കളെക്കാൾ, അങ്ങനെ തന്നെ പറയണം, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ കരുതലും സ്നേഹം കൊടുത്ത് വളർത്താണ്. സ്വന്തം മക്കളെ നോക്കാൻ തങ്ങളുടെ വീട്ടിൽ അവർക്ക് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഉണ്ട്. എന്നാൽ ഈ കുഞ്ഞു മക്കൾക്ക് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ആ ശിശുക്ഷേമ സമിതിയിലെ എല്ലാ അമ്മമാരും നോക്കുന്നത്. ഈ കുഞ്ഞുമക്കളൊക്കെ വളർന്ന് അഡോപ്റ്റഡായി മറ്റു സ്ഥലങ്ങളിലേക്ക് അവർക്ക് പുതിയ അച്ഛനമ്മമാരുടെ കൈകളിലേക്കൊക്കെ എത്തി പിന്നീട് അവർ വളർന്ന് വലുതായി നല്ല രീതിയിലേക്ക് ആവുമ്പോൾ അന്ന് വളർത്തിയ അമ്മമാരെ തേടി വന്നിട്ടുള്ള പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ഈ മക്കളുടെയും ഈ അമ്മമാരുടെയും കണ്ണ് നിറയുന്നത് കാണാം. വിദേശത്തും സ്വദേശത്തും ഒക്കെയായി മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികൾക്ക് ഈ പറയുന്ന അമ്മ തൊട്ടിൽ വരുന്ന കുഞ്ഞുമക്കൾ അവരുടെ മക്കളായി തീരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുന്നു. ഇനിയും നമ്മുടെ ഒറ്റ മക്കളും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾ കൊല്ലാൻ ദയവ് ചെയ്ത് തീരുമാനിക്കരുത്. കാരണം
നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എങ്കിൽ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ല, ജന്മം നൽകിയിട്ട് അവരെ ദയവ് ചെയ്ത് കൊല്ലരുത്. നിങ്ങൾ ഈ പറയുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ ഈ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയോ നിങ്ങൾ ആരാണെന്നോ ആരാണ് അവിടെ വെച്ചതെന്നോ ഒന്നും അവിടെ യാതൊരു തെളിവുകളും ഒന്നും ഉണ്ടാവില്ല. ഒരു ക്യാമറയിലോ CCTVയിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്ത് കുഞ്ഞുമക്കളെ കൊല്ലരുത്. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അത് വളർത്താൻ ഒരുപാട് പേര് അവിടെ ഉണ്ട്. ആ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാം. ഇങ്ങനെ കുഞ്ഞുമക്കള് അമ്മ തൊട്ടിൽ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അവരവരുടെ സ്വന്തം അച്ഛനമ്മമാർക്കൊപ്പം തന്നെ സ്നേഹം കിട്ടി വളരട്ടെ. ആർക്കും കുഞ്ഞുമക്കളെ കൊല്ലാനും ഉപേക്ഷിക്കാനൊന്നും തോന്നാതിരിക്കട്ടെ. എങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് കൊല്ലാൻ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ദയവ് ചെയ്ത് കൊല്ലരുതെന്ന് മാത്രം നമ്മൾ പറയുന്നത്. അവർ വളരട്ടെ, കുഞ്ഞിക്കാല് പിച്ച വെച്ച് അവൾ വളരട്ടെ. ഈ അമ്മ തൊട്ടിലേക്ക് അവരെ നമുക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.